Hi guys! ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ടോണറിൻ്റെ റെമഡിയാണ്. ഈ ഒരു ടോണർ നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് രാത്രിയും രാവിലെയും ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ സ്കിൻ ടോൺ 1 വീക്കിനുള്ളിൽ തന്നെ ഒരു 2-3 ഷെയ്ഡ്സ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന പാടും മറ്റും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു മാറ്റം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസ് വാട്ടർ ആണ്. റൈസ് വാട്ടറെ പറ്റിയിട്ടും റൈസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനാണെങ്കിലും പാട് പോകാനാണെങ്കിലൊക്കെ ഈ ഒരു റൈസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പച്ചരി എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ നല്ല രീതിക്ക് കുതിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ആദ്യം കഴുകുക, എന്നിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ. ഒരൊറ്റ ഗ്ലാസ് വെള്ളം മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ റൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാഷ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആ ഒരു വാട്ടർ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് കുതിർത്തിയെടുത്ത് വെള്ളം എടുക്കാം. അതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് അതൊന്ന് മാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസിനകത്തുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് ചിലപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് കൈവച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു റൈസ് വാട്ടർ നമ്മളതങ്ങ് അരിച്ചു മാറ്റണം കേട്ടോ. റൈസ് വേണ്ട, നമുക്കതിൻ്റെ വാട്ടർ മാത്രം മതി. അതങ്ങ് അരിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് അതിനകത്തേക്ക് നമ്മൾ 2 ആൾക്കാർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന റൈസ് ആരും കളയരുത്. മിക്സി ബൗളിനകത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്കത് പാക്ക് പോലെ സ്ക്രബ് പോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് വാട്ടറിനകത്തേക്ക് 2 കാര്യങ്ങൾ നമ്മളിതാ ചേർക്കാൻ പോവുകയാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് നാരങ്ങയാണ് കേട്ടോ, ലെമണാണ്. ഏതെങ്കിലും ഒരു സിട്രസ് ഫ്രൂട്ട് മതി. ഇതിപ്പോൾ നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓറഞ്ച് നീരുണ്ടെങ്കിൽ ഓറഞ്ച് നീര് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിട്രസ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നാരങ്ങ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം നമ്മൾ നാരങ്ങ സ്ലൈസ് ചെയ്തിട്ട് അതങ്ങ് കുരുവില്ലാതെ അങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് സ്ക്വീസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഒരു നാരങ്ങ എടുത്തത് പക്ഷെ പകുതി ആക്കിയിട്ടില്ല, എങ്കിലും നമ്മളത് ചെറിയ രീതിക്ക് കഷ്ണമാക്കിയിട്ടാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്വീസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനൂസ് ഓർഗാനിയുടെ ആവാരംപൂട ജെല്ലാണ് ചേർക്കുന്നത്. അലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ട് അലോവേറ ജെല്ല് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആവാരംപൂട ജെല്ല് ആയാലും മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ് സ്പൂണിൽ, ഇതിപ്പോൾ ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് 1/2 ടീസ്പൂൺ എടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ എടുത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ ആലുവേറ ഈ ഒരു കളർ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ടോണറിൽ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടും കാര്യങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഫേസ് ഒരു 2-3 ഷെയ്ഡ്സ് കളർ ടോൺ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ടൈമിലും പറയുന്നുണ്ട്. രാവിലത്തെ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിലും ഉൾപ്പെടുത്താം, രാത്രിയും ഉൾപ്പെടുത്താം എന്നുള്ളത്. പക്ഷേ രാവിലെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പുറത്തോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ലെമൺ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് വെയിൽ കൊള്ളുന്ന സമയത്ത് സ്കിന്നിൽ അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആയതുകൊണ്ട് മാക്സിമം നിങ്ങളിത് രാത്രി ഉപയോഗിക്കാനായിട്ട് നോക്കുക. വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പകൽ ഉപയോഗിക്കാം. പകൽ നിങ്ങളുടെ രാവിലത്തെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നൈറ്റ് ടൈമിലുള്ള ആ ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ നിങ്ങൾക്ക് ഈ ഒരു ടോണർ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് 2 നേരം ചെയ്തെടുക്കാവുന്നതാണ്. പുറത്തോട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ രാത്രി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംനു.